ഞാൻ കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഞാൻ അവസാനമായിട്ട് ഇപ്പോൾ ജർമ്മനിക്ക് പോകാൻ പോവാണ്. കുറേ ഹാർഡ് വർക്കിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഞാൻ ജർമ്മനിക്ക് പോകുന്നത്. ഒരിക്കലും ഞാനത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നൊന്നുമല്ല എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ജർമ്മനിക്ക് പോകണമെന്നോ. എല്ലാവരും +2 ശേഷം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതായിരുന്നു. ഞാൻ ഇവിടെ സാധാരണ എന്തെങ്കിലും ഡിഗ്രി കോഴ്സോ അങ്ങനെ എന്തെങ്കിലും പഠിക്കാമെന്ന് വെച്ച് നിന്നതായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ആണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജിലോട്ട് എത്തിപ്പെട്ടത്. അതിനുശേഷം ഞാൻ ജർമ്മൻ ലാംഗ്വേജിൽ കയറുന്ന സമയത്ത് പറഞ്ഞു ഒരു 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ നമ്മൾ എന്തായാലും പഠിച്ച് പിന്നെ പതിയാണ് നമുക്ക് ജർമ്മനിക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് കേട്ടത്. പക്ഷേ നമ്മൾ ഗോഡ് സോണിൽ ഭയങ്കര നല്ലൊരു ടീച്ചിങ് മെത്തേഡൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു 6 മാസത്തിനുള്ളിൽ തന്നെ എല്ലാം പഠിച്ച് നമുക്ക് അവർ എക്സാം എഴുതിപ്പിച്ചു. അങ്ങനെ കൊൽക്കത്തയിൽ എക്സാം എഴുതിയിട്ടാണ് ഞാൻ എക്സാം പാസ്സായത്. അപ്പോൾ എക്സാം പാസ്സായി പിന്നെ കുറച്ച് നാൾ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഒരു ടൈം ഉണ്ടായിരുന്നു. അതും നമ്മൾ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തു. അവിടെ നമ്മൾ പാസ്സായതിനു ശേഷം ടീച്ചിങ്ങിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അവിടെ പഠിച്ച ആ ഒരു ടൈമിനേക്കാളും കൂടുതൽ എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ളതും കൂടുതൽ ഇഷ്ടമുള്ളതും അവിടുത്തെ ടീച്ചിങ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെന്നപ്പോൾ എനിക്കങ്ങനെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. പക്ഷേ ടീച്ചിങ്ങിലോട്ട് കയറിയപ്പം എനിക്ക് കുറേ ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ പരിചയപ്പെട്ടതും അവരൊക്കെ എന്താ പറയുക ഒരു ഫാമിലി ആയിട്ടൊക്കെ കൺസിഡർ ചെയ്ത് തുടങ്ങിയതൊക്കെ ഞാൻ ടീച്ചിങ്ങിലോട്ട് കയറിയപ്പിന്നെയാണ്. പിന്നെ എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ഇത്രയും പെട്ടെന്ന് ജർമ്മനിക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്പം പോണത് ഒറ്റയ്ക്കാണെങ്കിലും അതിൻ്റെ ഒരു വിഷമമുണ്ട്, എന്നാൽ അതിൻ്റെ ഒരു ത്രില്ലുണ്ട്. ഒറ്റയ്ക്കാണല്ലോ ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണമെന്നുള്ളതിൻ്റെ ഒരു ത്രില്ലുണ്ട്. പിന്നെ ചെറിയൊരു വിഷമം എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ തന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ ഫാമിലീനെ വിട്ട് നിൽക്കണതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷെ എനിക്കറിയാം നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും സക്സസ് ആവില്ല, അല്ലെങ്കിൽ നമുക്കൊരു ബെറ്റർ ലൈഫ് കിട്ടില്ല എന്നറിയാം. അതുകൊണ്ട് ആ കംഫർട്ട് സോണിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു വിഷമം. പക്ഷേ അത് 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 ദിവസത്തിനുള്ളിലൊക്കെ ഓക്കെ ആവും. പിന്നെ ഞാനിപ്പോൾ പോകുന്ന സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ നല്ല സ്ഥലമാണെന്ന് കേട്ടത്. എല്ലാം നമ്മുടെ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് എത്രത്തോളം നമുക്ക് പക്കാക്കി തരാൻ പറ്റും അത്രത്തോളം അടിപൊളിയാക്കിയാണ് അവർ തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ടൈം തൊട്ടാണെങ്കിലും നമ്മുടെ എക്സാംസ് ആയിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും മാനേജ്മെൻറ്റ് പറഞ്ഞ് അവരത് എത്രയും പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. ഇപ്പം പഠിക്കാനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എക്സാംസിൻ്റെ പേടി കാര്യങ്ങളൊക്കെ ഉള്ളപ്പം എല്ലാം അവർ നമുക്ക് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. ഇപ്പം പോകുമ്പോഴായാലും എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ചെയ്തു തന്നിരിക്കുന്നത്. അപ്പം താങ്ക് ഗോഡ്. പിന്നെന്താ, എല്ലാവരും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നമുക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ചൂസ് ചെയ്യുക, അല്ലാണ്ട് പാരൻസിൻ്റെയോ ഇപ്പം എൻ്റെ ചേച്ചി പോയിട്ടുണ്ട് അതിൻ്റെ പിറകിൽ നമ്മൾ പോകരുത്. നമുക്കിഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഈ കോഴ്സ് ചൂസ് ചെയ്യുക, നമ്മൾ നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ദെൻ അവിടെ ചെന്നിട്ട് നമ്മൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ബെറ്റർ ലൈഫ് എന്തായാലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഗോഡ് സോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം അവിടെ എല്ലാം ബെറ്ററാണ്. ഹോസ്റ്റൽ ലൈഫ് ആയിക്കോട്ടെ എല്ലാം ബെറ്ററാണ്. ഇപ്പോൾ എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനവിടെ വന്നപ്പോൾ എനിക്ക് ആകെ ഒരു ആളെ മാത്രമേ പരിചയമുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം ഇപ്പം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ലൈക്ക് ഫാമിലി. നമുക്ക് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റാവുന്ന കുറേ ഫാമിലി അതുപോലത്തെ കുറേ പിള്ളേരുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും തന്നെ ടീച്ചറാണല്ലോ എന്നുള്ളൊരു മൈൻഡൊന്നുമില്ല. നമ്മളുടെ ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് അവരെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ മാനേജ്മെൻ്റ് ആണെങ്കിലും ആൻസി മിസ്, സുംഷ മിസ്, മുസ്തഫ സാർ, അനസ് സാറ് എല്ലാം നമ്മുടെ ഒരു വലിയ ചേച്ചി, വലിയ ചേട്ടൻ ആ ഒരു രീതിയിലാണ്. അല്ലാണ്ട് അവർ ടീച്ചർ എന്നുള്ള രീതിയിൽ ഇതുവരെ അപ്രോച്ച് ചെയ്തിട്ടില്ല. പിന്നെന്താ, എല്ലാം അവിടെ അടിപൊളി. ഹോസ്റ്റൽ ഫുഡ് ആണെങ്കിൽ തന്നെ ഇപ്പം ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഹോസ്റ്റൽ ഫുഡാണെന്നൊന്നും ഫീൽ ചെയ്യത്തില്ല. കോഴിക്കോട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫുഡുകളുടെ ഒരു പ്രത്യേക സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും അവിടെ ഒരു കുറവുണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ റൂംസ് ആണെങ്കിൽ തന്നെ നല്ല ഫെസിലിറ്റീസ് ഉള്ള റൂമാണ്. കമ്പാരിറ്റീവ്ലി എല്ലാം അവിടെ അടിപൊളിയാണ്. അപ്പം ഇവിടം വരെ എത്തിയതിൽ ഒരുപാട് സന്തോഷം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവാഞ്ചലിസ്റ്റ് ക്രാങ്കൻ ഹൗസിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ഞാനാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. അതിനകത്തേക്ക് എത്തിച്ചത് ഗോഡ് സോണിൽ നിന്നാണ്, ഒരു ഡൗട്ടുമില്ല. എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് ചെയ്തു തരുന്നതൊക്കെ ഗോഡ് സോണിൽ നിന്നാണ്. അപ്പോൾ ഞാൻ അറിഞ്ഞെടുത്തോളം അവിടെ എനിക്ക് പ്രൈവറ്റ് റൂമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കോമൺ കിച്ചൺ, കോമൺ ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എല്ലാം അന്വേഷിച്ചെടുത്തോളം അവിടെ എല്ലാം ഓക്കെയാണ്. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 5 മാസം കൊണ്ട് B2 ഗോയ്ത എക്സാം വിജയിക്കുകയും ജർമ്മനിയിലെ തന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ ഉയർന്ന സ്റ്റൈപ്പൻഡോട് കൂടി പഠിക്കുന്നതിനുള്ള അവസരം നൽകാൻ കഴിഞ്ഞതിൽ ഗോഡ് സോൺ അഭിമാനിക്കുന്നു. പ്രഗത്ഭരായ ജർമ്മൻ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശത്തോടു കൂടി മോക്ക് ഇന്റർവ്യൂ, ജർമ്മൻ സ്പീക്കിംഗ് ടെസ്റ്റ്, എക്സാം പരിശീലനം, മെഡിക്കൽ ടേം പഠനം എന്നിവയിലൂടെ ജർമ്മൻ ഭാഷയിൽ പ്രാവീണ്യം നേടിയതിലൂടെ ഇവരുടെ വിജയം എളുപ്പമായി തീർന്നു.
വെറും 17 കുട്ടികളെ കൊണ്ട് തുടങ്ങിയ ഗോഡ് സോണിൽ നിന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് 250ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. കൂടാതെ കോഴിക്കോട്, കോതമംഗലം, എറണാകുളം പിന്നെ ദുബായിലും ഗോഡ് സോണിന്റെ ബ്രാഞ്ചുകൾ ആരംഭിച്ചിരിക്കുന്നു.